കണ്ണൂർ കോർപ്പറേഷൻ ചേലോറ ഖരമാലിന്യ സംസ്കരണത്തിൽ ക്രമക്കേട് നടന്നെന്ന് CAG റിപ്പോർട്ട്. 1,75,00,000 രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് കണ്ടെത്തൽ. നീക്കം ചെയ്യാത്ത മാലിന്യത്തിന് കരാർ കമ്പനിക്ക് പണം നൽകിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കോൺഗ്രസ് നേതാവും കോർപ്പറേഷൻ മുൻ മേയറുമായ TO മോഹനൻ അഴിമതി നടത്തിയെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആരോപിച്ചു. മുൻ മേയറുടെ കാലത്താണ് ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, ഖരമാലിന്യം നീക്കം ചെയ്യാനുള്ള കരാറ് ഒപ്പിട്ടത്. 4,00,000 ക്യൂബിക് മീറ്റർ നീക്കം ചെയ്യുക, 3,00,000 നീക്കം ചെയ്തു എന്ന് കള്ളരേഖയുണ്ടാക്കുക, എന്നിട്ട് ഏതാണ്ട് 1,00,000 ക്യൂബിക് മീറ്റർ അധികത്തിൻ്റെ കാശ് കൊടുക്കുക. ഇതുപോലൊരു തട്ടിപ്പ് കണ്ണൂർ കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. 1.77 കോടി രൂപ അധികം നൽകിയിട്ട് അതിൻ്റെ വിഹിതം പറ്റിയത് ആരൊക്കെയാണ്? അതാണ് അവർ വ്യക്തമാക്കേണ്ടത്. ഇത് CAG റിപ്പോർട്ടിൻ്റെ കാര്യമൊന്നും ഇവിടെ ആരും നമ്മുടെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. CAG റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ അറിയില്ല. ഏതായാലും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി ജയരാജന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇത്തരം കാര്യത്തിൽ വലിയ പിഴവ് സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് അവിടെ ഒരു വിജിലൻസ് എൻക്വയറി നടക്കട്ടെ, അതല്ലെങ്കിൽ CBIയെ ഏൽപ്പിക്കട്ടെ, എന്നിട്ട് യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് പൊതുസമക്ഷത്തിൽ ബോധിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരാക്കി മാറ്റുകയല്ല വേണ്ടത്. സജോ ദേവസ്യ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, ഈ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം TO മോഹനും സമ്മതിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിലാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വലിയ വിമർശനം CPM നേതൃത്വം ഉയർത്തുന്നുണ്ട്. ഏത് തരത്തിലാണ് ഈ വിവാദം പുരോഗമിക്കുന്നത് സജോ? റിജിത്ത്, UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനെതിരെ മുൻ മേയറുടെ കാലത്ത്, അതായത് ടേം വ്യവസ്ഥയാണ് UDFൽ, മുൻ മേയർ TO മോഹനന്റെ കാലത്ത് നൽകിയ ഖരമാലിന്യ സംസ്കരണ കരാറിൽ, അതായത് കണ്ണൂർ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെയും ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേക കരാർ ഒരു കൺസോർഷ്യത്തിന് നൽകുകയാണ് ചെയ്തത്. പക്ഷേ കരാർ ഒപ്പിട്ടത് അതിലൊരു കമ്പനിയുമായി മാത്രമാണ്. അതിൽ ക്രമക്കേടുണ്ടായി എന്നത് CAG റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശമുണ്ട്. അതായത് നീക്കം ചെയ്യാത്ത മാലിന്യത്തിനും പണം നൽകി എന്നതാണ്. അതായത് 1.77 കോടി രൂപയുടെ അധിക തുക കരാർ കമ്പനി കൈപ്പറ്റിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത്രയും തുകയുടെ ക്രമക്കേട് നടന്നു. പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്താൽ മാത്രം ലഭ്യമാകേണ്ട തുക അത് നീക്കാതെ തന്നെ, അതായത് ഏതാണ്ട് 24,000-ലധികം ക്യൂബിക് മീറ്റർ മാത്രം നീക്കം ചെയ്ത് ബാക്കി 3,00,000-ഓളം ക്യൂബിക് മീറ്ററും നീക്കം ചെയ്തു എന്ന കണക്ക് വ്യാജമായി ഉണ്ടാക്കി തുക കൈപ്പറ്റി എന്നതാണ്. ഇക്കാര്യത്തിൽ വലിയ അഴിമതിയും ആസൂത്രിതമായ അഴിമതി നടന്നു എന്നതാണ് CPIMന്റെ ആരോപണം. CAG റിപ്പോർട്ട് അവർ ആയുധമാക്കുന്നു. അതായത് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് സോണ്ടയ്ക്ക് കരാർ നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ സ്വീകരിച്ച നിലപാട് അത് അഴിമതിക്ക് വേണ്ടി അതുകൊണ്ട് സ്വന്തമായി കരാർ നൽകി ഈ കാര്യത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തികൾ കോർപ്പറേഷൻ തന്നെ നേരിട്ട് നിർവഹിക്കുന്നതിന് അനുമതി വേണം എന്നാവശ്യപ്പെടുകയും വലിയ ആരോപണങ്ങൾ ആ കാലത്ത് ഉന്നയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനത്തിന് മാത്രമായി അനുമതി നൽകി. അങ്ങനെ സ്വന്തം നിലയ്ക്ക് കണ്ണൂർ കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഒരു കരാറാണ്. അതിലാണ് ഈ നിലയ്ക്കുള്ള ക്രമക്കേട് വിവരങ്ങൾ CAG റിപ്പോർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് പിന്നീട് ഖരമാലിന്യ സംസ്കരണം നിലച്ചു എന്നതൊരു വസ്തുതയാണ്. ഇപ്പോൾ അവിടെ ആ പ്രവൃത്തി നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ തുക അനുവദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലാണ്. കരാർ കഴിഞ്ഞാൽ പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിലാണ് അതിൻ്റെ എക്സിക്യൂഷൻ നിർവഹിക്കേണ്ടത്. അതിൽ രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് അന്ന് ചുമതല വഹിച്ചിരുന്ന ആൾ മേയർ എന്ന നിലയ്ക്ക് തനിക്കോ കൗൺസിലിനോ ഏതെങ്കിലും നിലയ്ക്ക് ഉത്തരവാദിത്തമില്ല. ഏത് നിലയ്ക്കുള്ള അന്വേഷണവും നടക്കട്ടെ. അതായത് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്ന് TO മോഹൻ അടക്കം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അഴിമതി ഉണ്ട് എന്ന വാദം അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ വിശദമായ പരിശോധനയും അന്വേഷണവും ആകാം. പക്ഷേ അതേസമയം CPM ഉന്നയിക്കുന്ന കാര്യം കണ്ണൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷമായ LDF അവിടെ അജണ്ട ആയി തന്നെ പരിഗണിച്ച് ഈ കരാർ കമ്പനിക്കെതിരെ അടക്കമുള്ള നിയമ നടപടികളിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് പരിഗണിക്കപ്പെടാതെ പോവുകയാണ് ചെയ്തത്. ഭരണപക്ഷം നീക്കം ചെയ്യാത്ത മാലിന്യത്തിനുൾപ്പെടെ കരാർ കമ്പനിക്ക് പണം നൽകി എന്നടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സജോ ദേവസ്യ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.